നാടിൻ്റെ ഇലക്ഷൻ ഡെസ്ക് തുടരുകയാണ്. നമ്മളിനി പോകുന്ന പെരുമ്പാവൂർ മണ്ഡലത്തിലേക്കാണ്. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ പെരുമ്പാവൂരിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പാവൂർ മണ്ഡലത്തിലെ കുറുപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്താണ്. LDFും UDFും ഒപ്പം NDAയും തമ്മിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് പെരുമ്പാവൂർ. ഇവിടെ ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം അതിൻ്റെ ഒരു പൊതു ചിത്രത്തിലേക്കാണ്. നമുക്കൊപ്പം ഈ മണ്ഡലത്തിലുള്ള നിരവധി ആളുകൾ ചേരുന്നുണ്ട്. അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്തുമ്പോൾ എന്താണ് ഈ മണ്ഡലം ചിന്തിക്കുന്നതെന്ന് നോക്കാം. ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് മത്സരം ഇവിടെ? സാറായിട്ട് നടക്കുന്നു. ആര് ജയിക്കും? അത് നമ്മുടെ ബേസിലായിട്ട് തന്നെ ജയിക്കുള്ളൂ. നല്ലൊരു ഭൂരിപക്ഷത്തോടെ ജയിക്കും. ചേട്ടൻ എന്താ പറയാനുള്ളത്? ബേസിൽ തീർച്ചയായിട്ടും ജയിക്കും. ചേട്ടാ, എന്താണ് ഈ മണ്ഡലത്തിന്റെ അവസ്ഥ? കാലുമാറ്റക്കാരൻ ഒരു കാരണവശാലും ഈ മണ്ണ് അംഗീകരിക്കില്ല. അതാണ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം. ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള കാലുമാറ്റമൊന്നും അല്ല ഇതിനകത്ത് ജനങ്ങൾ നോക്കുന്നത്. ജനങ്ങൾ വ്യക്തിപരമായിട്ട് തന്നെയാണ് നോക്കുന്നത്. ഈ മണ്ഡലത്തിൽ ചെയ്തിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ നാടിന്റെ മുക്കിലും മൂലയിലും ഇദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു പാർട്ടി ബേസ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ വികസനങ്ങൾ നടക്കേണ്ടത്. ശരി, അപ്പോൾ LDF ജയിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ശരി, ചേട്ടൻ എന്താ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചും പറയുകയാണെങ്കിൽ പെരുമ്പാവൂര് 2 പ്രാവശ്യം ഇവിടെ UDF ഭരിച്ചു. ആ വികസന തുടർച്ച നമുക്കിവിടെ നാടിന് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ചേട്ടൻ എന്താ പറയാനുള്ളത്? മൂന്നാമതും ഒരു LDF ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ വേണ്ടി പെരുമ്പാവൂരിൽ നിന്ന് ശ്രീ ബേസിൽ പോളിന് ജയിക്കും. ശ്രീ ബേസിൽ പോൾ തന്നെ ജയിക്കും. വീണ്ടും നമ്മൾ LDF ഭരണം വരും. എന്താ ബേസിൽ ജയിക്കുമെന്ന് പറയാൻ കാരണം? സിറ്റിംഗ് MLA കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് കാര്യമില്ല. ആ ഒരു വികസനം നമുക്ക് പെരുമ്പാവൂരിലേക്ക് എത്തിയിട്ടില്ലല്ലോ. നമുക്ക് 10 വർഷമായി കാണുന്ന പെരുമ്പാവൂരിൽ ഇനി ഒരുപാട് മാറ്റങ്ങൾ വരണമായിരുന്നു. ആ മാറ്റങ്ങളിലൊന്നും എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ LDFന്റെ കിട്ടിയിരിക്കുന്നത്. എന്താ പറയാനുള്ളത്? ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞ പോലെ ഒരു കാലുമാറ്റക്കാരൻ്റെ രാഷ്ട്രീയമല്ല പെരുമ്പാവൂര് ചർച്ച ചെയ്യുന്നത്. കാരണം കാലുമാറാൻ എന്ന് പറയുന്നത് തന്നെ ഒരു അർത്ഥശൂന്യമായ വാക്കുകളാണ്. ഇവിടെ ഒരു ചേച്ചി കൂടെ ഉണ്ട്. ചേച്ചി, ചുമപ്പ് മാറും? ബേസിലായിട്ട് ജയിക്കും. അപ്പോൾ ഈ നിലവിലെ MLA മാറുമെന്നാണ് പറയുന്നത്. ശരി, എന്താ പറയാനുള്ളത്? 10 വർഷം മുമ്പ് എൽദോസ് കുന്നപ്പള്ളി ഇവിടെ സ്ഥാനാർത്ഥി ആദ്യം വരുമ്പോൾ പെരുമ്പാവൂരിന്റെ വികസനത്തെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിച്ചത് ബൈപ്പാസാണ്. ആ ബൈപ്പാസിന്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബൈപ്പാസ് ജസ്റ്റ് തുടങ്ങി വെച്ചതല്ലാതെ അതിന്റെ പുറകിൽ അഴിമതി കണക്കുകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആ അഴിമതി കണക്കിൽ മുങ്ങിപ്പോയി ബൈപ്പാസ്. ചേച്ചി എന്താ പറയാനുള്ളത്? ബേസിൽ പോൾ ഇവിടെ വിജയിക്കും. കാരണം കേരളം ഒട്ടാകെ വികസനത്തിന്റെ ചർച്ചയാണ് നടക്കുന്നത്. ഇടതുപക്ഷം 10 വർഷക്കാലമായി നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമകാര്യങ്ങളും ഒക്കെ തന്നെ ജനങ്ങൾ അത് ഏറ്റെടുത്തു. ചേട്ടാ, ആര് ജയിക്കും ഇത്തവണ പെരുമ്പാവൂര്? എൻ്റെ അഭിപ്രായത്തിൽ മനോജ് മൂത്തേടം തന്നെ ജയിക്കും. കാര്യം പറഞ്ഞാൽ പുള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഞങ്ങളുടെ അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തിന് മെമ്പർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത്, ജില്ലാ പഞ്ചായത്ത് എന്താ വികസനം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി തന്നത് മനോജ് മൂത്തേടം. ബേസിൽ പോളും നമ്മുടെ ഈ നാട്ടുകാരനാണ്. പക്ഷേ നമ്മുടെ വികസനം എന്താണെന്ന് കാണിച്ചു തന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ കാര്യം. ഇപ്പോൾ നമ്മുടെ കുറുപ്പംപടി ടൗണിൽ തന്നെ ഒരു ഓപ്പൺ ജിം, അത് തന്നെ അപ്പുറത്ത് വേറെ ചെറുടെ അവിടെ തന്നെ ഒരു ഓപ്പൺ ജിം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു വാർഡിൽ തന്നെ മാത്രം ഒരു 63 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടി മറ്റ് മുന്നണികളിലേക്ക് കാലുമാറാൻ മനസ്സ് കാണിച്ചവരാണ് മറ്റ് മുന്നണികളിലെല്ലാം തന്നെ മത്സരിക്കുന്നത്. പഴയ കോൺഗ്രസ്സുകാരാണ് എല്ലാവരും അല്ലേ? അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വസിച്ച പ്രസ്ഥാനത്തെ ചതിക്കാൻ മനസ്സ് കാണിച്ചവർ നാളെ പെരുമ്പാവൂരുകാരെയും ചതിക്കും. അതുണ്ടാവാതിരിക്കാൻ മനോജ് മൂത്തേടൻ തന്നെ ജയിക്കണം. ഓക്കെ, ചേച്ചി എന്താ പറയുന്നത്? തീർച്ചയായിട്ടും ബേസിലേട്ടൻ തന്നെ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ ഉറപ്പ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 30 വർഷക്കാലമായി സാധാരണ ജനങ്ങളുമായി ഇടപഴകി പൊതുപ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിക്കുന്ന അദ്ദേഹം തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇപ്രാവശ്യവും പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ്. ശരി, അപ്പം അങ്ങനെ അഭിപ്രായമുണ്ട്. ചേട്ടൻ എന്താ പറയാനുള്ളത്? ആര് ജയിക്കും? ബേസിൽ പോളിന് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. നല്ലൊരു ഭരണം അവന് ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കും. ശരി, ചേട്ടാ, എന്താണ് പെരുമ്പാവൂരിൽ എങ്ങനെ ആര് ജയിക്കും ഇത്തവണ അതിശക്തമായ മത്സരമാണ്. തീർച്ചയായിട്ടും ഇതൊരു പാവപ്പെട്ടവനും സമ്പന്നനും തമ്മിലുള്ളൊരു മത്സരമാണ് ഇത്തവണ. പിന്നെ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ ബേസിൽ പോള് കഴിഞ്ഞ ദിവസം വരെ സ്ഥാനാർത്ഥി ദിവസം വരെ UDFന്റെ ഭാഗമായിരുന്നു. എല്ലാവർക്കും അറിയാലോ.
അപ്പോൾ ഇതൊക്കെ ജനം കാണുകയല്ലേ. അതിനൊക്കെ ജനം തിരിച്ചടി കൊടുക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും തിരിച്ചടി. ശരി ശരി. ചേട്ടാ, ആര് ജയിക്കും പെരുമ്പാവൂർ? തീർച്ചയായിട്ടും മനോജ് മുത്തേടൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം ഏറ്റവും താഴെ തട്ട് തൊട്ട് വളരെ അധികം ശക്തമായ യുവജന പ്രസ്ഥാനങ്ങളിലൂടെ, സമര പോരാട്ടങ്ങളിലൂടെ അനീതിക്കെതിരെ ശക്തമായി പോരാടി കയറി വന്നിട്ടുള്ള ഒരു യുവജന നേതാവാണ് മനോജ് മുത്തേടൻ. ചേട്ടാ, അത് തന്നെയാണ് മൊത്തത്തിൽ ഞങ്ങളുടെ എല്ലാ അഭിപ്രായവും. എവിടുന്നോ ഇല്ലം ചാടി നടക്കുന്ന ഒരുത്തന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇന്ന് നാളെ ഇന്ന് വൈകുന്നേരം എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് പാർട്ടി. കാര്യം ബേസിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടുകാരനാണ്. ഒരു സീറ്റ് കിട്ടാതെ മാറിയതല്ല അവൻ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെയൊക്കെ വ്യക്തമായ മൂത്താടൻ തന്നെ ജയിക്കണം. അപ്പോൾ LDF ജയിക്കുമെന്ന് പറയുന്നുണ്ട്, UDF ജയിക്കുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ശക്തമായ ത്രികോണ മത്സരമുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥിയും ശക്തമായി തന്നെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ അമിത്ഷായുടെ ഒരു പര്യടന പരിപാടി നടക്കുന്നുണ്ട് തൊട്ടപ്പുറേ. ഇവിടെയുള്ള ഒട്ടേറെ പ്രവർത്തകർ അവിടേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രവർത്തകരെ നമുക്ക് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവർ പറയുന്നത് ശക്തമായ മത്സരം തന്നെയാണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നതെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ശക്തമായ ത്രികോണ പോരാട്ടം തന്നെ നടക്കുന്ന ഒരു മണ്ഡലമായി പെരുമ്പാവൂർ മാറിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.